എന്റെ ദൈവമേ, ഇനി ഇതൊക്കെ എന്തൊക്കെയായി തീരുമെന്തോ. ഇപ്പൊ അവര് തമ്മിൽ ഭയങ്കര വാശിയിലാണ്. നിന്റെ അടുത്തുള്ള സ്നേഹത്തിനൊന്നും യാതൊരു പ്രാധാന്യവും ഇല്ല. ഇപ്പൊ അവര് തമ്മിൽ അടിച്ച് ആര് ജയിക്കും? അതിലേക്കായിരിക്കും ഇനി എന്നെ കൂടെ ഒന്നും പറയിപ്പിക്കരുത് കേട്ടാ. ഓരോന്ന് ഒപ്പിച്ചു വെച്ചിട്ട്. പക്ഷെ എനിക്ക് തോന്നണേ അവര് തമ്മിൽ അത്ര രസത്തിലും അല്ലെന്ന് തോന്നുന്നുണ്ട്. ഈ അലീനയും മെർലിനും തമ്മിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് അവര് തമ്മിലും. ഉണ്ട്. രസത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ചോറിനിയായ ആടാ അടി, അത് എന്നെ പൃഷ്ടാന ഭോജനം, വീണ്ടും അടി. എന്ത് ജീവിതമാണോ നിന്റെയൊക്കെ? ഞാൻ ഒരു കാര്യം പറയാം. എന്റെ നിയന്ത്രണം ഒന്നാതെ വിട്ടു വെക്കുകയാണ്. ഞാൻ വല്ല പീക്കിരി പിള്ളേർ ചെയ്തോണ്ടല്ലോ പിന്നെ എന്നെ കുറ്റം പറയല്ലേ. ഇതിപ്പോ വലിയ കേസാവും. എന്തെനിക്ക് പോവാ ചെയ്യുന്നത്? അവള് പറഞ്ഞാലും കാര്യമില്ലേ? മിക്കവാറും ഇവിടെ തമ്മിൽ തല്ലി ആര്യങ്ങളുടെയൊക്കെ ചോര പൊടിയും. എടാ അവളുമാര് ഈ ഏരിയ വിട്ടു പോകുന്നു എനിക്ക് തോന്നാ കേട്ടോ. ஆமாண்டா கேசு, நீ கொஞ்சம் ஜாகிரதையா இரு. அவங்க ஏதா பண்ணினா நம்ம என்ன பண்ணும்? ആന്റി ചുമ്മാ പറഞ്ഞു പേടിപ്പേടെന്തിനാ ആന്റി? കേശു, ഒന്നാമത് ഇവിടെ ആവശ്യത്തിൽ കൂടുതൽ പ്രശ്നമുണ്ട്. അതിന്റെ ഇടയിൽ ഇനിയും നീ ഓരോന്ന് ഒപ്പിച്ചോണ്ട് വന്ന ആവശ്യമില്ലാതെ എന്നെ ഇതിലോട്ട് വലിച്ചിഴക്കില്ലേ, പറഞ്ഞിട്ടല്ലോ. ആന്റി ഇത് அப்பா சாமி, என்கிட்ட ஒன்றும் சொல்ல வேண்டாம். எனக்கு ரொம்ப பயமா இருக்கு. ഇത് പോണില്ലേ? തരും കൂടെ പറയട്ട് പോടി. മക്കളെ പാറു, ശരിക്കും സംഭവിച്ചെന്തെന്ന് വെച്ചാൽ ഏട്ടാ, എനിക്ക് സ്കൂളിൽ പോകാനുണ്ട്. എനിക്ക് ചീത്തപ്പേര ഉണ്ടാക്കരുത്. വിചാരിച്ചതേ ഉള്ളൂ. അതൊന്നും പറഞ്ഞ നിനക്ക് മനസ്സിലാവൂല. അലീന ചേച്ചിയുടെ കാര്യം പറഞ്ഞപ്പോഴാ കേശോട്ടാ, അലീന ചേച്ചി ഇന്നിട്ടോണ്ട് വന്ന ഡ്രസ്സേ നല്ല സൂപ്പർ ആയിരുന്നു അല്ലേ കേശോട്ടാ? എന്റെ ഡ്രസ്സിന് എന്താ കുഴപ്പം? എന്താ കുഴപ്പം? കേശു, എന്റെ ഡ്രസ് എങ്ങനെയുണ്ടെന്ന് പറയടാ. ഫാന്റാസ്റ്റിക്, ഫസ്റ്റ് ക്ലാസ്. പറു, നീ കയറി പോയേ, എനിക്ക് കേശുനോട് കുറച്ച് സംസാരിക്കാനുണ്ട്. എന്റെ വീട്ടിൽ കയറി വന്നിട്ട് എന്നെ വേറിട്ടുന്നാ. എന്റെ അടുത്ത് എന്തിനാ ദേഷ്യപ്പെടുന്നത്? ഞാൻ ഒരു കാര്യം പറയാം. മെർലിൻ ചേച്ചിയുടെ അത്രയും ദേഷ്യം അലീന ചേച്ചി ഇല്ല. അലീന ചേച്ചി പാവാ. ഈ കൊച്ചിനെ കണ്ട കണ്ട ദേഷ്യം വരുന്ന കണ്ട. എന്താണ് അവിടെ? ആ മെർലിൻ ചേച്ചിക്ക് പറ്റിയ ആള് വരുന്നു. ഇപ്പൊ കിട്ടും. എന്താണ് കേശു? എന്താ ഇവിടെ? എന്ത് മെർലിൻ? ആ മെർലിൻ മറ്റേ കടയിൽ ഇങ്ങനെ പരിപ്പ് മേടിക്കാൻ പോണ വഴിക്കേ അങ്ങനെ വന്നപ്പോ അങ്ങനെ കേറിയിട്ട് അങ്ങനെ കണ്ടിട്ട് പോയത്. പോവാൻ വേണ്ടി പോവാ. എന്താണ് മെർലിന്റെ പ്രശ്നം? ചോദിച്ച കേട്ടില്ലേ? കേട്ടില്ലേന്ന്? എനിക്ക് ചെവി കേക്കാം. കേക്കാലോ. എന്നെ വായിരിക്കണ കേക്കണെങ്കിലേ വിട്ടോ. കൊള്ളാം ചേച്ചി. ഇപ്പൊ എല്ലാരും കൂടി എന്നെ അവോയ്ഡ് ചെയ്യാൻ നോക്കാണല്ലേ? എടാ അങ്ങനെ അല്ല. ഈ നാട്ടുകാർ ഫുള്ള് അറിഞ്ഞോണ്ടല്ലോ, അത് വലിയ നാണക്കേടാണ്. ഒന്നാമത് ഇവിടെ ചേട്ടനും ചേച്ചി ഇല്ല. തീരെ ചെറിയ പിള്ളേരൊന്നും അല്ലല്ലോ നിങ്ങൾ റോഡിൽ കിടന്ന് അടി ഉണ്ടാക്കാൻ. എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? ആര് സമാധാനം പറയുമായിരുന്നു? എന്താ തലയാടിക്കൊണ്ട് നിക്കണവൻ. മെർലിൻ ഇപ്പൊ പോവാൻ നോക്ക്. ഓ, ഇപ്പൊ ഞാൻ പോണം അല്ലേ? അല്ലെങ്കിൽ ഇവിടെ എല്ലാരും പറയും നിങ്ങൾക്ക് ആൾക്കാരെ കയ്യിലെടുക്കാൻ ഭയങ്കര മിടുക്കാന്ന്. സ്നേഹിക്കാനും അത് കഴിഞ്ഞ് ഒഴിവാക്കാനും നന്നായിട്ട് അറിയാം എല്ലാവർക്കും. മെർലിനെ ചുമ്മാ ചൊറിഞ്ഞ വർത്താനം പറയല്. എന്നെ പറഞ്ഞ ഞാനങ്ങ് സഹിക്കും. കുടുംബക്കാരെ പറഞ്ഞോണ്ടല്ലോ അടിച്ച് ചെവിക്കല്ലൊക്കെ പൊളിക്കും. അത്ര തന്നെ. ഞാൻ പറഞ്ഞില്ല, അമ്മായി പറഞ്ഞു. മനസ്സിലായി, എനിക്ക് എല്ലാം മനസ്സിലായി. മനസ്സിലായല്ലോ, എന്നെ പൊക്കോ. പോവാൻ നോക്ക് മെർലിൻ. ശരി പോടാ. ഇനി അവളെ പുറകെ ബാലാട്ടിക്കൊണ്ട് പോയാ കാലിൽ അടിച്ചോടിക്കും. കേറി പോണാത്ത്. എന്താ നോക്കണേ? പോണാത്ത്. എന്ത് പറഞ്ഞില്ലേ? വാ ഇങ്ങോട്ട്.
ഫ്ലവേഴ്സിൽ 2 പുതിയ പരമ്പരകൾ. വീട്ടിലെ വിളക്ക് എല്ലാ ദിവസവും രാത്രി 8:30 ഫ്ലവേഴ്സിൽ. മഹാലക്ഷ്മി എല്ലാ ദിവസവും രാത്രി 9 മണിക്ക് ഫ്ലവേഴ്സിൽ.